എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഭയങ്കര ഒരു എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സംസാരിക്കണമെന്നും എനിക്ക് കുറച്ച് വാലിഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയ ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അകത്താണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലോ എല്ലാം ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം കാണാറുണ്ട്. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ. എന്താണ് നാർസിസം അല്ലെങ്കിൽ എന്താണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതെനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയൊരു ടോപ്പിക്കാണ്. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസും ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ പല സിറ്റുവേഷനിലായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് വെച്ചിട്ടെല്ലാമാണ് ഇത് ഞാൻ പറയുന്നത്. ഇത് ചിലർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ചില നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളവർ ഇതിൻ്റെ താഴെ വന്നിട്ട് അവരുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുമായിരിക്കും. ഡസൻറ്റ് മാറ്റർ. ഞാൻ സ്ട്രൈറ്റ് പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നാർസിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് പണ്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടി കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതൊരു അസുഖമായിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ അർത്ഥം തലകുത്തനെയൊക്കെ ആക്കി പലയിടത്തായിട്ട് പ്രചരിപ്പിക്കുന്ന കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും കുറേ ആളുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം, അതുമാത്രമല്ല ഈ സിഗ്മ മെയിൽ സെറ്റപ്പ് കൈൻഡ് ഓഫ് തിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിലും അവിടെ ഇവിടെ നിന്നൊക്കെ ആളുകൾ വേറൊരു തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാർസിസ്റ്റിക് ബിഹേവിയർ? പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേജിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സാധനം റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എംപതി എന്ന് പറഞ്ഞൊരു സാധനം ഒട്ടും തന്നെ കാണൂല. അതായത് ജെനുവിൻലി മറ്റൊരാളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫീലിങ്സിനെ കുറിച്ചിട്ടൊരു കെയർ ഇവർക്കുണ്ടാവില്ല. അവരെന്ത് വേണോ പറയും, എന്ത് വേണോ ചെയ്യും, എന്ത് വേണോ ആക്ട് ചെയ്യും. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തെങ്കിലും വിഷമമാവോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, അവർക്ക് അൺകംഫർട്ടബിൾ ആവോ എന്നൊന്നും ഇവർ ചിന്തിക്കില്ല. രണ്ടാമത്തത്, എപ്പോഴും ഇവർക്കൊരു വാലിഡേഷൻ ഭയങ്കരമായിട്ട് വേണം. അതുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വാലിഡേഷൻ തേടി പോകുന്നവരാണ്. എനിക്ക് കുറേ ലൈക്ക് വേണം, എനിക്ക് ലൈക്കിലാണ്, ആ ലൈക്ക് ഇത്ര ഉണ്ടെങ്കിൽ ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ഹാൻസം ആണ് എന്നതാണ് അർത്ഥം എന്നുള്ള രീതിയിൽ അവർക്ക് എക്സ്റ്റേണൽ ഒരു അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയുണ്ട് അവർക്ക്. പിന്നെ അവർക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ആൻഡ് അവരെപ്പോഴും സ്പെഷ്യലി ട്രീറ്റഡ് ആയിരിക്കണം എന്നിവർ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. പിന്നെയുള്ളത് മാനിപ്പുലേറ്റിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഇവരുടെ കീ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്സിനെ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഗ്യാസ് ലൈറ്റിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മളെ മൊത്തത്തിൽ റിയാലിറ്റീനെ വെച്ചുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. നമ്മുടെ മൈൻഡിന് റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇവർ കൊണ്ടെത്തിക്കും. ലൈക്ക് മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് ലൈക്ക് നിങ്ങളുടെ മൈൻഡ് വെച്ചിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അർത്ഥം. സൂപ്പർഫിഷ്യാലിറ്റി ഇവരുടെ വലിയൊരു ട്രേറ്റാണ്. അതായത് അവർ ലുക്സ് ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക, സ്റ്റാറ്റസ്, മെറ്റീരിയൽ പൊസഷൻസ്, അതുപോലെ തന്നെ വാല്യൂസ്, ഇതെല്ലാം ഇവർക്ക് ഭയങ്കര സംഭവമാണ്. ദാറ്റ് മീൻസ് അവർ മെറ്റീരിയലിനെ ആയിരിക്കും കൂടുതൽ കെയർ ചെയ്യണം. അവൻ്റെ കയ്യിൽ കാറുണ്ട്, അവൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ബ്ലെയിം ഷിഫ്റ്റിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരൊരിക്കലും അവരുണ്ടാക്കി വെച്ച വള്ളികളിൽ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കൂല. അവരുടെ വള്ളികളുടെ അക്കൗണ്ടബിലിറ്റി ഇവർ ഏറ്റെടുക്കത്തേയില്ല. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവർക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വിക്ടിം കളിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക. ഈവൻ ദോ അവരൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വിക്ടിം കളിച്ച് അവർ ഭയങ്കരമായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്നൊരു പ്രകൃതി ഇവർക്കുണ്ട്. ആൻഡ് ഇതൊക്കെ ഫാക്ട്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതല്ല, പക്ഷെ ഇതെല്ലാം കറക്റ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പല ബോയ്സിനും കണ്ടുവരുന്നൊരു സാധനമാണ് ഡോമിനേഷനും പവർ എപ്പോഴും വേണമെന്നുള്ളത്. അത് ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും എപ്പോഴും ഒരു
അത് ഇപ്പോൾ ഈ നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാൾ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മൊത്തത്തിൽ ആ ഗ്രൂപ്പിൻ്റെ മൊത്തം പവർ എനിക്കായിരിക്കണം, എനിക്ക് വേണം എന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നവരാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതായത് ഒരു ഗ്രൂപ്പ് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരാളുണ്ട്. അത് ഞാൻ വളരെ 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 ലേറ്റായിട്ട് മനസ്സിലാക്കി. ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർക്ക് ഈ പുള്ളിക്കാരനുമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് എപ്പോഴും ഡോമിനേറ്റ് ചെയ്യണം, ഇവർക്ക് എപ്പോഴും പവർ വേണം. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ഇവർ പറയുന്നതായിരിക്കണം ദ അൾട്ടിമേറ്റ് അജണ്ട. ഇവർ പറയുന്നതിനപ്പുറം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇവർക്ക് ഡീപ്പ് കണക്ഷൻസും ജെന്യുവൻ ആയിട്ടുള്ള ഇൻറ്റിമസി ഭയങ്കര പാടാണ്. ഇവരെപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇവർ ഭയങ്കര അൺസർട്ടൺ ആയിരിക്കും. എനിക്കിതാണോ വേണ്ടത്, ഞാൻ ഈ ആളിലാണോ. അറ്റ് ദ സെയിം ടൈം അവർ കമ്പയർ ചെയ്യും. അവരെപ്പോഴും ആലോചിക്കുന്നത് ഓക്കെ ഈ ആളുടെ കൂടെ അല്ലെങ്കിൽ ഇയാളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ പുറത്ത് കാണൂലേ, എവിടെയെങ്കിലും കാണൂലേ എന്നുള്ള തരത്തിൽ ഒരു മൈൻഡ് സെറ്റ്. സോ ഇതാണ് ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കാൻ പറ്റിയേക്കാം. ആൻഡ് ഞാനിതൊരു റിലേഷൻഷിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു അഡ്വൈസോ ആയിട്ട് തരുന്നതല്ല. ബട്ട് ഐ തിങ്ക് നിങ്ങളൊരു നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളുടെ അടുത്തുനിന്ന് എപ്പോഴും ഒരു 1 hand ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ മെൻ്റൽ സിറ്റുവേഷന് നിങ്ങൾക്ക് നല്ലത്. ഇനി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാൻ മല്ലു അനലിസ്റ്റ് ആവുകയല്ല, ബട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല തരത്തിലുള്ള പല കാറ്റഗറിയുള്ള പല റേഞ്ചിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ കുറേ വീഡിയോ അക്സെപ്റ്റ് ചെയ്യുന്നതും കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ കാരണം നമ്മൾ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് സെൽഫ് ഒബ്സെസ്ഡും അവരുടെ ഇമേജിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കോൺഷ്യസ്നെസ്സും ഭയങ്കരമായിട്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വാലിഡേഷൻ വേണം. അത് ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നിന്ന് വാലിഡേഷൻ കിട്ടപ്പോൾ അവരെന്തോ പവർഫുൾ ആണ് എന്നുള്ള തരത്തിൽ അവർക്ക് കൂടുതൽ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു വലിയ മനുഷ്യനാണെന്ന് കരുതുക. ഇങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. പിന്നെ എപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് അവരുടെ വീട്ടിൻ്റെ അകത്ത് അടിയും വഴക്കും പട്ടിണിയാണെന്നുണ്ടെങ്കിലും അവരെന്തോ ഒരു ബെറ്റർ ലൈഫും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ജീവിച്ചു പോകുന്നതെന്നുള്ളത് കാണിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ചില ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് $50 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇടാനായിട്ടുള്ള സ്റ്റാർബക്സിൽ പോയിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു വലിയൊരു ലക്ഷറി സ്റ്റേക്ക് ഹൗസിൽ പോയിരിക്കുന്നതും നമ്മളൊരു യാട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് അവർ തരും. നമുക്ക് ഡെയിലി പോസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഇൻഫ്ലുവൻസർ കൾച്ചർ. അത് ഭയങ്കര സംഭവമാണ്. അതായത് ഇപ്പോൾ എല്ലാവരും ഒരു ഇൻഫ്ലുവൻസറാണ്, എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസർ ആവണം. എന്നാൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. ഇവർക്ക് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം ആളുകളെ. അതാണ് ഇവരുടെ മേജറായിട്ടുള്ള ഗോള്. അപ്പോൾ എല്ലാവരും ഒരു ബ്രാൻഡ് പോലെ ആക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. മോഡേൺ ഡേറ്റിംഗ് കൾച്ചറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് ഭയങ്കര ഇൻറ്റൻസ് ആണ്. ചിലർ അക്സെപ്റ്റ് ചെയ്യും, ചിലർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് പോകുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്സ് ആണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ബന്ധങ്ങളാണ് ഇപ്പം നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. അതായത് ഏത് നിമിഷം അവർ കളഞ്ഞിട്ട് പോകാൻ റെഡി ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് വളർന്നു വരുന്നുണ്ട്. ആ കൾച്ചറും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ലെറ്റ്സ് സേ എങ്ങനെ ഭാഗമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ഫ്രണ്ട്സ് ആണെന്ന് കരുതിക്കോ, AB. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും പറയുന്നത് ഓക്കെ നിനക്ക് നിൽക്കാൻ പറ്റണ എൻ്റെ കൂടെ കൂട്ടിയാൽ മതി, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ ഈ ഒരാൾക്ക് ചിലപ്പോൾ ഹേർട്ടാവുന്ന രീതിയിൽ വല്ലതും വിളിച്ച് പറയുക, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇവരെ എക്സ്പ്രസ് ചെയ്യും. പിന്നെ നിങ്ങൾക്കറിയാലോ കുറേ വേർഡ്സ് ഉണ്ട്. ബ്രെഡ് ക്രംപിങ്, ഗോസ്റ്റിങ്, കാഷ്വൽ ഫ്ലിങ്സ്, ലൈക്ക് ആദ്യമൊക്കെ ഈ സെൽഫിഷ്നെസ് ഉണ്ടല്ലോ, അതിനിപ്പോൾ ഒരു എന്താ പറയട്ടെ, ഒരു ഗ്ലോറിഫൈ ചെയ്തൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്, സെൽഫ് ലവ്. അതെല്ലാത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചിലയിടത്ത് റിയലി അത് സെൽഫ് ലവ് തന്നെയാണ്.
ചിലയിടത്ത് ആ സെൽഫ് ലവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സെൽഫിഷ്നെസ്സിനെയാണ് കാണിക്കുന്നത്. സെൽഫ് ലെവൽ മാത്രം ഒബ്സസ്ഡ് ആയിട്ട് ബാക്കിയുള്ളവരെ ഹെയ്റ്റും ബാക്കിയുള്ളവരുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ ആളുകളും ഉണ്ട്. ഫൈനലായിട്ട് പറയാനുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രോമ അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിൽ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ട്രോമ റെസ്പോൺസ് ആണ് അവർ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നത്. അതിന് തെറാപ്പി പോലുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും. ആൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്സും മാരേജസും ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം ഒരാളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാരണം പൊട്ടിപ്പൊളിയുന്നത്. അതാണ് പെണ്ണ് എന്നൊന്നുമില്ല കേട്ടോ, ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ജെൻഡർ അല്ല ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം, ഇതിൻ്റെ അകത്ത് ഓരോ ആൾക്കാരുടെ രീതിയാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, അല്ലാതെ വേറെ ഒന്നും വേണ്ട. ട്രൈ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ജസ്റ്റ് കൺസിഡർ എവരി വൺ, ജസ്റ്റ് അക്സെപ്റ്റ് എവരി വൺ, ജസ്റ്റ് ബി കൈൻഡ് ടു എവരി വൺ, ബി നൈസ് ടു എവരി വൺ. നമ്മളൊരു 3 പേര് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ എയ്ക്കും ബിക്കും ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും, പക്ഷേ ആ സി കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ചിലപ്പോൾ സിക്ക് എയും ബിയും പറയുന്നത് ഒരു ഐഡിയയും കാണില്ല. ആ സമയത്ത് ആ സീനെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറേ ഹാബിറ്റുകളും കുറേ സ്വഭാവങ്ങളും ബിൽഡ് ചെയ്തെടുക്കുക. ഡോണ്ട് ബി എ വൈൽഡ് ആനിമൽ, ബി ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്. അത്ര മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. നിങ്ങൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ഹെയ്റ്റ് അല്ല തോന്നേണ്ടത്. ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് തിങ്ക് യുവർ സെൽഫ്, ജസ്റ്റ് ട്രൈ ടു ചേഞ്ച് യുവർ സെൽഫ് ആൻഡ് ബി എ ബെറ്റർ പേഴ്സൺ. ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സ് നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴേ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പോവുള്ളൂ. സോ എനിവേ, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ എന്ത് വേണോ പറയാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.